സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ്റെ ബാക്കി സ്റ്റെപ്പ് 2 വരെ നമ്മൾ ചെയ്തു. ഇനി എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 3. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് ഒരു UN of xt എന്നാണ് പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. UN of xt ഈക്വൽ ടു an cos lambda n t plus bn sin lambda n t into sin n pi by l x, comma n equal to 1, 2, 3, etc. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 11 ആയിരുന്നു നമ്മൾ എഴുതിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതിന് ജനറലായിട്ട് ഇപ്പം നമ്മളെ കിട്ടിയ UN എന്ന് പറഞ്ഞ സൊല്യൂഷൻ ജനറലായിട്ട് നമ്മളെ ഇനിഷ്യൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. UN of x, t എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 3ലും 4ലും എഴുതിയ ഇനിഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്. അത് ഈ സൊല്യൂഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പം ഈ UN of xt ജനറലായിട്ട് ഇക്വേഷൻ നമ്പർ 3ലെയും 4ലെയും ഇനിഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് വേറൊരു സൊല്യൂഷൻ, നമ്മുടെ വേവ് ഇക്വേഷന് വേറൊരു സൊല്യൂഷൻ ഇതിൽ നിന്ന് ഫോം ചെയ്യാം. നമുക്കറിയാം ഫണ്ടമെൻ്റൽ തിയറം എന്താണെന്ന് അറിയാലോ. ഫണ്ടമെൻ്റൽ തിയറം എന്ന് പറയാൻ ഇപ്പോൾ രണ്ട് സൊല്യൂഷൻ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് 2 സൊല്യൂഷൻ കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏത് ലീനിയർ കോമ്പിനേഷനും ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഈ സീരീസ് ഇൻഫിനിറ്റ് സീരീസിൻ്റെ സം എടുക്കാം. അതിന് നമ്മൾ യു ഓഫ് എക്സ് കോമ ടി എന്ന് പറഞ്ഞു കൊടുക്കുക. സിഗ്മ ഇൻഫിനിറ്റ് സം എടുക്കുക. സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി UN ഓഫ് xt. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് വാല്യൂ ഇട്ട് കൊടുക്കുക. സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി an cos lambda n t plus bn sin lambda n t into sin n pi by l x. ഇതാണ് നമ്മുടെ യു ഓഫ് എക്സ് കോമ ടി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻസ് ഇതിൽ കൊടുക്കാം. യു ഓഫ് എക്സ് കോമ 0, അതാണ് ഫസ്റ്റത്തെ ഇനിഷ്യൽ കണ്ടീഷൻ. യു ഓഫ് എക്സ് കോമ 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി, ഇവിടെ ടി ആണ് 0 വന്നത്. ടി 0 ആകുമ്പോൾ കോസ് വാല്യൂ ഉണ്ടാവും, കുഴപ്പമില്ല. കോസ് ലാംഡ എൻ ടി എന്ന് വരും അല്ലേ. കോസ് ലാംഡ എൻ ടി എന്ന് വരും. ഇവിടെ സൈൻ 0 വരും. സൈൻ 0 വരുമ്പോൾ ഈ ടേം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടാകുന്ന ടേം എന്തായിരിക്കും? an കോസ് ലാംഡ എൻ കോസ് 0 വരിക അല്ലേ. ടിക്ക് 0 കൊടുക്കുമ്പോൾ കോസ് 0 വരും. കോസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാ? കോസ് 0 1 ആണ്. അപ്പോൾ നമുക്ക് an മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ an ഇൻറ്റു സൈൻ n പൈ ബൈ എൽ എക്സ്. ഇതാണ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമുക്കിത് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി an സൈൻ n പൈ ബൈ എൽ എക്സ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഫോറിയർ സൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ ഇത്? ഫോറിയർ സൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണല്ലോ ഇത്. അപ്പം നമ്മൾ ഈ an നമുക്ക് അറിയത്തില്ല. അപ്പം ഈ an എന്താണെന്ന് അറിയാണ്ട് എന്ത് ചെയ്താൽ മതി? ആ ഫോറിയർ സൈൻ സീരീസിലെ an തന്നെ എഴുതിയാൽ മതി. കാരണം ഇത് നമുക്കിപ്പോൾ കിട്ടിയത് ഫോറിയർ സൈൻ സീരീസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ യു ഓഫ് എക്സ് കോമ 0 എന്ന് ബിക്കംസ് the Fourier sine series of f of x. Then an എന്ന് പറഞ്ഞാൽ ആ Fourier sine സീരീസിലെ Fourier കോഎഫിഷ്യന്റ് എഴുതിയാൽ. then an ഈക്വൽ ടു
which is a Fourier sine series of f of x. So then an equal to Fourier sine series an എന്തായിരുന്നു 2/L integral 0 to L f of x into sin n pi x by L dx n equal to 1 2 3 etc. അപ്പോൾ നമുക്ക് ഒരു ഇനിഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കിട്ടി. ഇനി നമ്മളെന്താ അടുത്ത ഇനിഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു? നമ്മുടെ യുവിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമ്മുടെ ഇക്വേഷൻ 12 എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ യു ആണ് കേട്ടോ. അത് ഇക്വേഷൻ 12 ആയിട്ട് കൊടുക്കണേ. തൊട്ട് മുന്നേ എഴുതിയ യു എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 12 ആയിട്ട് കൊടുക്കുക. ആ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക? പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡോ യു ബൈ ഡോ ടി ആണ് കിട്ടുക. ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. ഫസ്റ്റ് എ എൻ കോസ് ലാംഡ എൻ ടി, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് എ എൻ സൈൻ ലാംഡ എൻ ടി ഇൻറ്റു ലാംഡ എൻ ഇവിടെ തന്നെ എഴുതിയാൽ മതി. ഇൻറ്റു ലാംഡ എൻ പ്ലസ് ബി എൻ സൈൻ ലാംഡ എൻ ടീൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ലാംഡ എൻ ടി ഇൻറ്റു ലാംഡ എൻ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്തത്. അപ്പോൾ എക്സിൻ്റെ ടൈം എന്താ? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇവിടെ ഇരിക്കും. സൈൻ എൻ പൈ ബൈ എൽ എക്സ്. അപ്പം അതാണ് ഡോ യു ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യുക? ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഡോ യു ബൈ ഡോ ടി അറ്റ് ടി ഈക്വൽ ടു 0 ആയാൽ നമുക്ക് കാണേണ്ടത്. ടി 0 ആകുമ്പോൾ ഓരോന്ന് എന്താ നോക്കാം. ടി 0 ആകുമ്പോൾ അതെന്താണെന്ന് നമുക്ക് തന്നിട്ടുള്ളത് ജി ഓഫ് എക്സ്, വിച്ച് ഇംപ്ലൈസ് ടി 0 ആകുമ്പോൾ സൈനിൻ്റെ ടേം പോയി കോസിൻ്റെ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡോ യു ബൈ ടി 0 ആകുമ്പോൾ ഇത് 0 ആയപ്പോൾ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആയി വരും. അപ്പോൾ നമുക്ക് ഈ ബി എന്നിൻ്റെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇംപ്ലൈസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി എൻ ലാംഡ എൻ, ഇത് 1 ആണ്, സൈൻ എൻ പൈ ബൈ എൽ എക്സ്. ഇതാണ് നമ്മുടെ വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഇങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് ലാംഡ എൻ ബി എൻ സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഡി എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. അപ്പോൾ ഇതൊരു ഫൊറിയർ കോഎഫിഷ്യൻ്റ് ആയിട്ട് എടുത്തിട്ട് ഈ സീരീസ് ഒന്ന് നോക്കിയേ. ഇതും ഫൊറിയർ സൈൻ സീരീസ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ? വിച്ച് ഈസ് എ ഫൊറിയർ സൈൻ സീരീസ് ഓഫ് ജി ഓഫ് എക്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ അതിലെ ഫൊറിയർ കോഎഫിഷ്യൻ്റ് എന്താ നോക്കുക? ആ ഫൊറിയർ കോഎഫിഷ്യൻ്റ് ബി എൻ ലാംഡ എന്ന് കാണാനുള്ള ഇക്വേഷൻ നോക്കാം. അതിൽ ഫൊറിയർ കോഎഫിഷ്യൻ്റ് എന്താ വരിക? 2/L ഇൻ്റഗ്രൽ 0 to. അപ്പം അതിൽ ലാംഡ എൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും നോക്കുക. അതിലെ ലാംഡ എൻ ബി എൻ എന്ന് പറയുന്നത് 2/L ഇൻ്റഗ്രൽ 0 to L ജി ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര. നമ്മൾ നേരത്തെ എ എൻ എഴുതിയ ഇക്വേഷൻ നമ്പർ 13 കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് ബി എൻ കണ്ടുപിടിക്കാമല്ലോ. ബി എൻ ഈക്വൽ ടു ലാംഡ എന്നെ താഴോട്ട് കൊണ്ടുപോവുക. അപ്പം എന്ത് കിട്ടും? 2/L ലാംഡ എൻ ഇൻ്റഗ്രൽ 0 to L ജി ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഇതിൽ ലാംഡൈൻ്റെ വാല്യൂ നമുക്കറിയാം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ലാംഡൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
സി എൻ പൈ ബൈ എൽ. അപ്പോൾ ഇത് വരും 2/L സി എൻ പൈ ബൈ എൽ എന്നാണ്. അപ്പോൾ ഈ എല്ലും ക്യാൻസലായി. ഇൻ്റഗ്രൽ 0 to L g of x ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് n equal to 1 2 3 എക്സെട്ര. അപ്പോൾ ബി എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 2 സി എൻ പൈ ഇൻ്റഗ്രൽ 0 to L g of x ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് n equal to 1 2 3 എക്സെട്ര. ഇത് ഇക്വേഷൻ നമ്പർ 14. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 13 an കിട്ടി, ഇക്വേഷൻ നമ്പർ 14 bn കിട്ടി നമുക്ക്. അപ്പോൾ നമ്മുടെ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്തായിട്ടാണ് കിട്ടിയത്? u ഓഫ് x, t ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos lambda n t plus bn sin lambda n t into sin n pi x by L where an equal to 2/L integral 0 to L f of x into sin n pi x by L dx n equal to 1 2 3 etc. bn equal to 2/L 2/c n pi integral 0 to L g of x into sin n pi x by ഇവിടെ bn ആണ് L dx ഇവിടെ n equal to 1 2 3. അപ്പോൾ ഇത് നമ്മുടെ സൊല്യൂഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പവർ സീരീസ് കൺവേർജസ് ആണ്, ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ഇതിന് ഇത്രയും കൂടെ സൊല്യൂഷൻ ഇത്രയും കൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടി, സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത്രയും കൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എന്താ എടുത്തത്? g of x. ഇനീഷ്യൽ വെലോസിറ്റി സാധാരണ 0 ആയിരിക്കാം അല്ലേ? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ 0 ആയിട്ട് എടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ 4 എന്താവും? ഇക്വേഷൻ 4 bn എന്ന് പറയുന്നത് എന്താവും? 0 ആയിപ്പോവും. bn എന്ന് പറയുന്നത് 0 for all n ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? u of x, t equal to sigma n equal to 1 to infinity an cos lambda n t into sin n pi x by n. ഇനി ഈ ലാംഡ എന്നിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. ലാംഡ എന്നിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ n equal to 1 to infinity ലാംഡ എന്നാണ് c n pi by l ആണ് ഇൻറ്റു സൈൻ n pi x by l. ഇതാണ് അപ്പോൾ നമ്മുടെ സീരീസ്. ഇത് ഇക്വേഷൻ നമ്പർ 15. ഇനി നമുക്ക് നമ്മുടെ ട്രിഗണോമെട്രിക് ഫോർമുലാസ് ഇതിൽ യൂസ് ചെയ്യാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിട്ടായിരിക്കും അധികം പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ലെങ്കിൽ നമുക്ക് മുന്നേ കിട്ടിയ ഇക്വേഷൻ ഇല്ലേ, u of x, t an bn ഉള്ള, അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി അധികം 0 ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമുക്കറിയാവുന്ന ഒരു ഫോർമുല ഉണ്ട്. 2 sin x cos y equal to sin x minus y plus sin x plus y ആണ്. അപ്പോൾ ഈ ഫോർമുല ഇതിൽ അപ്ലൈ ചെയ്യാം. കോസ് y sin x ആ ഫോർമുല അല്ലേ,
അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ അതിൻ്റെ വാല്യൂ ഇവിടെ കാണാം. cos nπ/l t sin nπx/t അതിൻ്റെ വാല്യൂ ഇവിടെ കാണാം. ദെൻ ഇക്വേഷൻ 15 എന്തായി മാറും? ഇത് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ യൂസിങ് ദിസ് ഫോർമുല u of x, t equal to sigma n equal to 1 to infinity an sin ഇത് ഈ ഓർഡറിൽ എഴുതാം. എന്നിട്ട് നമുക്ക് ചെയ്യാം. nπx/l ഇൻറ്റു cos cnπt/l. ഇനി ഇക്വേഷൻ ഇതിലോട്ട് കൊടുക്കുക. ഇവിടെ 2 ഇല്ല, അതുകൊണ്ട് നമുക്ക് 1/2 വരും. ഇവിടെ സിഗ്മ n equal to 1 to infinity an into 1/2 sin x minus y എന്ന് വരാം. ഇതാണ് x, ഇത് y. sin nπ കോമൺ ആണ്, അത് നമുക്ക് പുറത്തെടുക്കാം. nπ/l കോമൺ ആണ്. nπ/l. ഇവിടെ പിന്നെ ബാക്കിയുള്ളത് x ആണ്. x മൈനസ് ct പ്ലസ് സൈൻ nπ/l കോമൺ ആണ്, x പ്ലസ് ct. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഹെൻസ് u of x, t ഈക്വൽ ടു നമുക്ക് ഈ 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം, കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ 1/2 എന്ന് പറയുന്നത് പുറത്തേക്ക് എടുക്കുക. 1/2 ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 to infinity an into sin nπx minus t by l പ്ലസ് ഇനി സിഗ്മ രണ്ടിടത്തേക്ക് അപ്ലൈ ചെയ്യാം. സിഗ്മ അവിടെ അപ്ലൈ ചെയ്യുക, ഇവിടെ അപ്ലൈ ചെയ്യുക. പ്ലസ് സിഗ്മ n ഈക്വൽ ടു സിഗ്മ an ഉണ്ട് കേട്ടോ. n ഈക്വൽ ടു 1 to infinity an sin nπx x plus ct divided by l. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറി. സിഗ്മ an തൊട്ടുള്ള ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കുക. കുഴപ്പമില്ല, എവിടെ കൊടുത്താലും കുഴപ്പമില്ല. സിഗ്മ രണ്ടെടുത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഇപ്പം കിട്ടിയ നമ്മുടെ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം ഫംഗ്ഷൻ ആണ്. ഇവിടെ ഈ എക്സ് മൈനസ് സി ടിയും എക്സ് പ്ലസ് സി ടിയും മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ എന്തായിട്ട് എടുക്കാം? ഒരു ക്യാപിറ്റൽ ഇവിടെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. എക്സ് മൈനസ് സി ടി വരുന്നുണ്ട്, എഫ് ഓഫ് എക്സ് മൈനസ് സി ടിയും. ഇവിടെ എക്സ് പ്ലസ് സി ടി വരുന്നുണ്ട്, അത് എഫ് ഓഫ് എക്സ് പ്ലസ് സി ടിയും വരും. അപ്പോൾ അതിന് നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതാം. Therefore, u of x, t equal to 1/2 into f of x minus ct plus f of x plus ct. ഇതിൽ f എന്ന് പറയുന്നത് ഒരു ഓഡ് പീരിയോഡിക് എക്സ്റ്റൻഷൻ ഓഫ് f. ഓഡ് പീരിയോഡിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് വിത്ത് പീരിയഡ് 2l ആയിട്ട് നമ്മൾ എടുക്കാം. അപ്പോൾ എബോ സീരീസ് നമ്മൾ എക്സ് മൈനസ് സി ടി എക്സ് പ്ലസ് സി ടി ഈ രണ്ട് സീരീസിലും നമ്മൾ ഇതിൽ എക്സ് മൈനസ് സി ടി കൊടുത്തു, ഇതിൽ എക്സ് പ്ലസ് സി ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേരിയേഷനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഫിൽ എഫ് ഓഫ് എക്സ് മൈനസ് സി ടി പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ടി എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 3 നമ്മൾ പഠിച്ചിട്ടുണ്ട് പീരിയോഡിക് എക്സ്റ്റൻഷൻ. അതിലെ എഫ് ആണ് ഇവിടെ വരുന്നത്. ആ പീരിയോഡിക് എക്സ്റ്റൻഷനിലെ എഫ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ആ എഫിന്റെ പീരിയോഡിക് എക്സ്റ്റൻഷൻ ആണ്, ക്യാപിറ്റൽ എഫിന്റെ പീരിയോഡിക് എക്സ്റ്റൻഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എഫ് എന്ന് പറഞ്ഞത് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. തൊട്ട് മുന്നേ കണ്ടുപിടിച്ചതൊക്കെ സൊല്യൂഷനുകളാണ് കേട്ടോ. അപ്പോൾ ഓരോ ഫോമുകൾ ഏത് ഫോമിൽ നമുക്ക് തരുന്നതിനനുസരിച്ചാണ് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ പല ടൈപ്പിൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കാം.